തിരുവനന്തപുരത്ത് നിന്ന് നിർബനുണ്ട്. നിർബൻ, സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് കാലവർഷം എത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. സംസ്ഥാനം ഈ കാലവർഷത്തെ നേരിടാൻ എടുത്തിരിക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്? മനു, ശക്തമായ മഴ വടക്കൻ ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന ജില്ലയിലടക്കം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മഴയില്ല. ഇപ്പോൾ സുന്ദരമായ കാലാവസ്ഥയാണ്. എന്നാൽ ഈ മലയോര മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെയുള്ള സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്ന് തന്നെ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് പറയാം. ഈ കാലവർഷം എത്തിയപ്പോൾ തന്നെയാണ് മിനിഞ്ഞാന്ന് രാത്രിയാണ് അതിശക്തമായ രാത്രി 8 മണിയോടുകൂടി തലസ്ഥാന ജില്ലയെ പിടിച്ചു കുലുക്കിയ ശക്തമായ മഴയുണ്ടായത്. ഒരുപാട് തരത്തിൽ നാശനഷ്ടമുണ്ടായി. കാലവർഷം വളരെ പെട്ടെന്ന് 8 ദിവസത്തിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് എത്തിയെന്നതാണ്. നേരത്തെ അടുത്ത മാസം 1 അല്ലെങ്കിൽ 27, 28 കഴിയുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. കാലവർഷം വളരെ പെട്ടെന്ന് വന്നു. അതുകൊണ്ട് തന്നെ ജില്ലയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടമുണ്ടായി. ഒരുപാട് സ്ഥലത്ത് ഗതാഗത തടസ്സമുണ്ടായി, മരങ്ങൾ കടപുഴകി വീണു. പക്ഷേ ഇന്ന് അറിയാം മനുവിനും വലിയ തരത്തിൽ മഴയുടെ സാധ്യത ഇന്നില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മഴയുടെ അലർട്ട്, സംസ്ഥാനത്തുള്ള ആകെ അലർട്ട് കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. നാളെ 11 ജില്ലകളിലേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന കാലവർഷമാണിത്. അതുകൊണ്ട് നമ്മൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വടക്കൻ ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയായി പറയുന്നത്. അതുകൊണ്ടാണ് മലപ്പുറത്തും കോഴിക്കോടും വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഒപ്പം തന്നെ ഈ തീരദേശ ജില്ലകളിൽ തിരുവനന്തപുരം ഒഴിച്ച്, തിരുവനന്തപുരം ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ തീരദേശത്ത് സമുദ്ര ഗവേഷണ കേന്ദ്രം പ്രത്യേക തരത്തിലുള്ള റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരപ്രദേശത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പും ഇപ്പോൾ കേരളവും ലക്ഷദ്വീപും കർണാടക തീരത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ അതിനുള്ള മുൻകരുതൽ നടത്തണം. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സമുദ്രതീരത്തും ഒപ്പം തന്നെ നദീതീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാലവർഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ 2016 ഏകദേശം 2016 ശേഷമാണ് വളരെ നേരത്തെ കാലവർഷം കേരളത്തിലെത്തുന്നത് എന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ 4 മാസക്കാലം തുടർച്ചയായി ഇടവപ്പാതി മഴ കേരളത്തിൽ ലഭിക്കും. ആ മഴ ഒരു പ്രദേശത്ത് തന്നെ നിശ്ചിത അളവിന് കൂടുതൽ താങ്ങാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അതിശക്തമായ മഴയുണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ തരത്തിലുള്ള നാശനഷ്ടമുണ്ടാകുന്നത്. അതിൻ്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാ ജില്ലകളിലും ജില്ലാ തലത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. തലസ്ഥാന ജില്ലയുടെ കാര്യം ഞാൻ മുഖവരിയായി പറഞ്ഞതാണ്. കാലവർഷം നേരത്തെ എത്തിയത് മാത്രമല്ല, സാധാരണ 3 ദിവസം കൊണ്ടാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് കാലവർഷം വ്യാപിക്കുന്നത്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ 1 ദിവസം കൊണ്ട് തന്നെ ഈ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലയിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, കർണാടക കഴിഞ്ഞ് ഗോവ ഈ അതിർത്തിയിലേക്ക് കാലവർഷം പ്രവേശിച്ചു എന്നതാണ്. അതുകൊണ്ട് സാധാരണയുള്ള മഴ മുന്നറിയിപ്പിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥാ കേന്ദ്രം തന്നെ പറയുന്നത് ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മഴയുടെ മുന്നറിയിപ്പും സാധ്യതകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നിലവിലുള്ളത്. മനു, തീർച്ചയായും. ഒപ്പം തന്നെ നിർമ്മൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മഴയുടെ പ്രത്യേകത, ഒന്ന്, ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ പെയ്തു പോകുന്നു. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റും മഴയുടെ കൂടെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു ആശങ്കയും പ്രത്യേകതയും എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. തീർച്ചയായും മനു, മുമ്പ് നമ്മൾ പറയാറുണ്ട് തുള്ളിക്ക് ഒരു കുടം മഴ എന്ന്, വെള്ളമെന്ന്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് എല്ലാം ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒന്ന് കാറ്റുണ്ടാകുന്നു, ഇടിമിന്നലുണ്ടാകുന്നു, ഒപ്പം തന്നെ അതിശക്തമായ മഴ ഒന്നിച്ച് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഏകദേശം 7:45, 8 മണിക്ക് ഇടയിലാണ് തലസ്ഥാന ജില്ലയിൽ അതിശക്തമായ മഴയുണ്ടായത്. നഗരത്ത് വളരെ പെട്ടെന്ന് ഈ വലിയ മരങ്ങളടക്കം കടപുഴകി വീണു. ഈ ദേശീയപാതയുടെ ഈ ഗതാഗതം തടസ്സമുണ്ടാകുന്ന തരത്തിൽ കഴക്കൂട്ടത്ത് സംഭവം ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് ശാസ്തമംഗലവും കവടിയാറും പാങ്ങോട് ഭാഗത്തൊക്കെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ
തന്നെ ഗ്രാമപ്രദേശങ്ങൾ മാറനല്ലൂർ, കാട്ടാക്കട, നെയ്യാറ്റിങ്ങര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നു. അതുകൊണ്ട് മനു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പ്രദേശത്ത് പതിക്കേണ്ട മഴയുടെ അളവിനേക്കാൾ എത്രയോ ഇരട്ടി മഴ ഒരു പ്രദേശത്ത് ലഭിക്കുന്നു. ഒപ്പം തന്നെ കാറ്റും ഇടിമിന്നലും ഒക്കെ തന്നെ ഒപ്പം ഉണ്ടാകുന്നു എന്നതാണ്. ഈ കാലവർഷം എത്തിയെ സംബന്ധിച്ചും 27 നമ്മൾ കാലവർഷം സാധാരണ ഇടവപ്പാതി പ്രതീക്ഷിച്ച് ജൂൺ 1 വരെയൊക്കെ ആകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ കാലവർഷത്തിൻ്റെ ഏറ്റവും 8 ദിവസത്തിന് മുമ്പ് കാലവർഷം കേരളത്തിലെത്തി എന്നതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയുള്ള പ്രവചനങ്ങൾ മുഴുവൻ തെറ്റുകയാണ്. കാലാവസ്ഥാഗതിക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ ഈ പ്രളയകാലം മുതൽ അനുഭവിച്ചതാണ്. കാലവർഷത്തിൻ്റെ എത്തിയ ഡേറ്റ കൂടി പരിശോധിക്കുമ്പോൾ 2016 ജൂൺ 8 എത്തിയത്. 2017 ആകുമ്പോൾ അത് മെയ് 30 2018 മെയ് 29, 2019 ജൂൺ 8, 2020 ജൂൺ 1, 2021 ജൂൺ 3, 2022 മെയ് 29, 2023 ജൂൺ 8, 2024 മെയ് 30, 2025 മെയ് 24. അതായത് നമ്മുടെ ഈ വർഷം മെയ് 24 തന്നെ കാലവർഷം എത്തി. നമ്മൾ 27, 28, 29 കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച പ്രവചനം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാൾ കടന്ന് വളരെ 8 ദിവസത്തിന് മുമ്പ് തന്നെ കാലവർഷം എത്തി. കാലവർഷം എത്തിയത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് മാറി. ഒപ്പം തന്നെ തീരപ്രദേശത്ത് ശക്തമായ കാറ്റുണ്ടാകുന്നു. കടൽ പ്രക്ഷുബ്ധമാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ വന്ന ശേഷം അതും വലിയ തരത്തിൽ ആശങ്കയുള്ള കാര്യമാണ്. അതുകൊണ്ട് തീരപ്രദേശത്ത് ജാഗ്രതയുണ്ട്, മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തലസ്ഥാന ജില്ലയിൽ പൊന്മുടിയിലൊക്കെ ഉള്ള പ്രവേശനം ഇതുവരെ നിയന്ത്രിച്ചിട്ടില്ല. ഇന്നത്തെ കൂടി മഴ നോക്കിയ ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ. സാമാന്യം എല്ലാ ജില്ലകളിലും വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ടായിരിക്കും. 4 മാസക്കാലം തുടർച്ചയായും ഇടവിട്ടുമുള്ള മഴ സാധാരണ ഇടവപ്പാതിക്ക് കാലവർഷത്തിലുണ്ടാകാറുണ്ട്. അതേ മഴ ഇത്തവണ ലഭിക്കുകയും ചെയ്യുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മനു.